ഞാൻ അവനെ ക്ഷണിക്കണമായിരുന്നു, പക്ഷെ ക്ഷണിച്ചില്ല. കഷ്ടമായിപ്പോയി. ഞാനവിടെ പോകണമായിരുന്നു, പക്ഷെ പോയില്ല. വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇന്ന് നാം ഷുഡ് ഹാവിനോടൊപ്പം വേർബിൻ്റെ B3 ഫോം ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തില്ല എന്നർത്ഥം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഷുഡ് ഹാവിനോടൊപ്പം B3 ഫോം ഉപയോഗിക്കുന്നത്. ഒരു കുറ്റബോധം, കുറ്റപ്പെടുത്തൽ, കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു കാര്യം ചെയ്യാതെ പോയതിൻ്റെ ദുഃഖം എല്ലാം ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ, നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. ഞാൻ അവനെ ക്ഷണിക്കണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം. ഐ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം. ഞാൻ അവനെ ക്ഷണിക്കണമായിരുന്നു. ഞാൻ അവിടെ പോകണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. ഞാൻ അവിടെ പോകണമായിരുന്നു. നീ നല്ലവണ്ണം പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നീ നല്ലവണ്ണം പഠിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അവൻ അത് പ്രതീക്ഷിക്കണമായിരുന്നു. ഹി ഷുഡ് ഹാവ് എക്സ്പെക്റ്റഡ് ഇറ്റ്. ഹി ഷുഡ് ഹാവ് എക്സ്പെക്റ്റഡ് ഇറ്റ്. അവനത് പ്രതീക്ഷിക്കണമായിരുന്നു. നീ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കെപ്റ്റ് അവേ ഫ്രം സച്ച് കമ്പനി. യു ഷുഡ് ഹാവ് കെപ്റ്റ് അവേ ഫ്രം സച്ച് കമ്പനി. നീ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കണമായിരുന്നു. അവർ ഒരു തീരുമാനമെടുക്കണമായിരുന്നു. ദേ ഷുഡ് ഹാവ് ടേക്കൺ എ ഡിസിഷൻ. ദേ ഷുഡ് ഹാവ് ടേക്കൺ എ ഡിസിഷൻ. അവർ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. നീ എനിക്കൊരു അവസരം തരണമായിരുന്നു. യു ഷുഡ് ഹാവ് ഗിവൺ മീ എ ചാൻസ്. യു ഷുഡ് ഹാവ് ഗിവൺ മീ എ ചാൻസ്. നീ എനിക്കൊരു അവസരം തരണമായിരുന്നു. മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി നമുക്ക് ഷുഡിൻ്റ് ഹാവിനോടൊപ്പം B3 ഫോം ഉപയോഗിച്ചുള്ളതായ പ്രയോഗം മനസ്സിലാക്കാം. ഒരു കാര്യം ചെയ്യരുതായിരുന്നു, പക്ഷെ ചെയ്തു പോയി. നിരാശയും കുറ്റബോധവും ഒക്കെ നിഴലിക്കുന്ന ഒരാശയമാണ് നമുക്ക് ഈ പ്രയോഗത്തിലും ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവിടെ പോകരുതായിരുന്നു. പോയതിൽ വിഷമമുണ്ട് എന്നൊരർത്ഥം കൂടി ഈ സെൻറ്റൻസിലുണ്ടല്ലേ. ഞാൻ അവിടെ പോകരുതായിരുന്നു. നീ അവളെ കുറ്റപ്പെടുത്തരുതായിരുന്നു. നീ അവളെ കുറ്റപ്പെടുത്തരുതായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളവ ഷുഡ് ഹാവിനോടൊപ്പം B3 ഉപയോഗിച്ചുള്ള ആശയം ലഭിച്ചതിൻ്റെ വിപരീതാർത്ഥമാണ് ഈ പ്രയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഷുഡ് ഹാവിനോടൊപ്പം B3 ഉപയോഗിച്ചപ്പോൾ ചെയ്യണമായിരുന്നു, പോകണമായിരുന്നു, ക്ഷണിക്കണമായിരുന്നു എന്നൊക്കെയുള്ള ആശയം നമുക്ക് ലഭിച്ചു. എന്നാൽ ഷുഡിൻ ഹാവിനോടൊപ്പം വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ B3 ഉപയോഗിച്ചപ്പോൾ ചെയ്യരുതായിരുന്നു, പോകരുതായിരുന്നു, വാങ്ങരുതായിരുന്നു എന്നൊക്കെയുള്ള ആശയം നമുക്ക് ലഭിക്കുന്നു. ഇന്ന കാര്യം ചെയ്യരുതായിരുന്നു എന്നൊരാശയമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സെൻറ്റൻസുകളൂടെ മനസ്സിലാക്കാം. ഞാൻ അവിടെ പോകരുതായിരുന്നു. പോകരുതായിരുന്നു. ഞാൻ അവിടെ പോകരുതായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ. ഐ ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ. ഞാൻ അവിടെ പോകരുതായിരുന്നു. നീ അവളെ കളിയാക്കരുതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ടീസ്ഡ് ഹർ. യു ഷുഡിൻറ്റ് ഹാവ് ടീസ്ഡ് ഹർ. നീ അവളെ കളിയാക്കരുതായിരുന്നു. അവൻ ആ സ്ഥലം വാങ്ങരുതായിരുന്നു. ഹി ഷുഡിൻറ്റ് ഹാവ് ബോട്ട് ദാറ്റ് പ്ലോട്ട്. ഹി ഷുഡിൻറ്റ് ഹാവ് ബോട്ട് ദാറ്റ് പ്ലോട്ട്. അവൻ ആ സ്ഥലം വാങ്ങരുതായിരുന്നു. നീ കൊച്ചുകുട്ടിയെ തല്ലാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ബീറ്റൺ ദ സ്മോൾ കിഡ്. യു ഷുഡിൻറ്റ് ഹാവ് ബീറ്റൺ ദ സ്മോൾ കിഡ്. നീ കൊച്ചുകുട്ടിയെ തല്ലാൻ പാടില്ലായിരുന്നു. നീ അവളെ കുറ്റപ്പെടുത്തരുതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. യു ഷുഡിൻറ്റ് ഹാവ് ബ്ലെയിംഡ് ഹർ. നീ അവളെ കുറ്റപ്പെടുത്തരുതായിരുന്നു. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സോ ഐ എം ഫിനിഷിംഗ് ദ വീഡിയോ ഹിയർ ടുഡേ. See you in the next one.